ഹലോ അനുപം ആർട്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ജിലേബിയിലാണ് ഇന്നത്തെ എൻ്റെ ദിവസം പൊട്ടി വിടുന്നത്. ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് അല്പസ്വല്പം മധുരമൊക്കെ കഴിക്കാമല്ലേ. പിന്നെ അന്തരീക്ഷം നോക്കിയപ്പോൾ വളരെ അനുകൂലമാണ്, കാരണം നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ കാറ്റത്ത് ഞാൻ ഇങ്ങനെ നടന്നു പോയപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത്. വേറെ ഒന്നല്ല, ഈ ഒരു പൂവാണ്. പേര് വന്നിട്ട് കറക്റ്റ് എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ആമ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിക്കാറുണ്ട്. ആ പൂവെടുത്ത് തലയിൽ ചേർത്തിപ്പോൾ കുറച്ച് ആശ്വാസം. പിന്നെ വീണ് കിട്ടിയ ഒരു ഇലയും കൊണ്ട് നടന്നു പോയപ്പോൾ കുറച്ച് തെച്ചിപ്പൂവും കിട്ടി. അപ്പോഴാണ് ഒരാളെ കണ്ടത്, നമ്മുടെ പൂച്ചസാറ് ആ വഴി അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഒരു കൂട് വീണ് കിട്ടി. ഞാൻ വിചാരിച്ചത് കിളിയുടെയാണ്. പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മുടെ ഇവിടെ അളക്കാൻ മരുതുമ്പോൾ കയറി നടക്കണം അണ്ണാറക്കണ്ണൻ്റെ കൂടാണ് അതെന്ന് മനസ്സിലായി. പിന്നെ അതിനൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതെടുത്ത് വെച്ചു. പിന്നെ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അപ്പം തന്നെ ഒരു ജേർണലിങ് ചെയ്യണം തോന്നി, കാരണം ന്യൂ ഇയറല്ലേ. ജേർണലിങ് ചെയ്യാനായിട്ട് ബുക്കൊന്നുമില്ല. പിന്നെ എൻ്റെ കയ്യിലുണ്ടായ ഒരു നോട്ട് ബുക്ക് വെച്ചിട്ട് ഒരു ജേർണൽ അങ്ങോട്ട് ചെയ്യാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ഇതെപ്പോഴോ ഏതോ കാലത്ത് 2017 ഏതോ ഒരു ഡയറിയാണ്. സോ അതിൻ്റെ ചട്ട എടുത്തിട്ട് ഞാൻ ജേർണൽ ഉണ്ടാക്കി. സോ അടിപൊളിയായിട്ടില്ലേ ഗൈസ്. പിന്നെ അതൊക്കെ ഒന്ന് അലങ്കാരമാക്കണം. അലങ്കാര വസ്തുക്കൾ വെച്ച് ഞാനതിന് ഭംഗിയാക്കി എടുക്കുന്നുണ്ട്. സോ ഡയറി റെഡി. ഇനി നമുക്ക് ജേർണലിങ് ചെയ്ത് തുടങ്ങിയാലോ. സോ ജേർണലിങ് ചെയ്യാനായിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല. കിട്ടിയ 2 ഇലയും പൂക്കളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒട്ടിച്ചു കൊടുക്കണം, അത് തന്നെയാണ് പ്ലാൻ. സോ ഇങ്ങനെ ഇരുന്ന് എഴുതണോണ്ടാണെന്നറിയില്ല, കുറച്ച് സാഹിത്യമൊക്കെ എൻ്റെ മനസ്സിൽ വന്നു. അതൊക്കെ ഞാനിവിടെ കുറിച്ചിടുന്നുണ്ട്. ഞാൻ നിങ്ങളെ വായിപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. സാധാരണ ഡയറി നമ്മൾ ഒരു ഡേ അവസാനിക്കുന്ന ടൈമിലാണ് എഴുതാറ്, പക്ഷേ ഞാനിപ്പോൾ തന്നെ ഡയറി എഴുതി വെച്ചു. കാരണം ഇന്നത്തെ ദിവസം പോലെ ഒരു സാധാരണ ദിവസമായി കടന്നു പോകുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്നുള്ളത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് എഴുതി വെച്ച് കഴിഞ്ഞു ഗൈസ്. പിന്നെ ഒരു കാര്യം, ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങളെ വരച്ചിട്ടുണ്ട്. സോ അതറിയണമെങ്കിൽ എൻ്റെ ഷോർട്സൊക്കെ പോയി കാണാൻ മറക്കരുത്. സോ ആക്ച്വലി ഇതൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേനും വൈകിട്ടായിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു ഗൈസ്. ബൈ ബൈ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.